ഞാൻ എന്തായാലും വലിയ ബ്രൈറ്റ് സ്റ്റുഡൻ്റ് അല്ല, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. 1-2 തവണ കൺസെപ്റ്റ് ഒക്കെ പറഞ്ഞു തന്നാലേ ക്ലിക്ക് ആവുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ എനിക്കെന്താ ഇത്രയും പേപ്പേഴ്സ് കണ്ടിന്യൂസ് വിത്തൗട്ട് ഒരു ഫെയിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കണം, അതിന് എനിക്ക് നല്ല സപ്പോർട്ട് ലക്ഷ്യം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ചെറുപ്പം മുതലേ ഞാൻ ഡിറ്റർമൈൻഡ് ആയിരുന്നു, ഞാൻ CA പറഞ്ഞ ഫീൽഡ് എടുക്കില്ല. കാരണം ഞാൻ മാത്സിൽ അത്രയും വീക്കാണ്, എനിക്ക് മാത്സ് പറ്റൂല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ചെറുപ്പം തന്നെ അഡമൻ്റ് ആയിട്ട് എടുത്തൊരു തീരുമാനമാണ് CA ഫീൽഡ് ഞാൻ ചൂസ് ചെയ്യില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ACCയിലോട്ട് ജോയിൻ ചെയ്യാന്ന് വൺ ഓഫ് ദ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഒരു നൈബറാണ്. +2 കഴിഞ്ഞ് ഏത് കോഴ്സ് എടുക്കണം എന്ന് ആലോചിച്ച് എല്ലാവർക്കും ആ ഒരു സ്റ്റേജ് ഉണ്ട്, ഏതെടുക്കണം എന്നൊരു ഐഡിയ ഇല്ല. അത്രയും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്റ്റേജ്. അതുപോലെ തന്നെ ഞാനും BCom എടുക്കാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ സിവിൽ സർവീസൊക്കെ ട്രൈ ചെയ്യാം എന്നൊക്കെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. ഞാനും പ്ലാൻ അങ്ങനെയായിരുന്നു, എല്ലാവരും പോലെ തന്നെ കോമൺ ആയിട്ട്. പക്ഷേ അന്ന് ബ്രൗസ് ചെയ്ത് നോക്കി ഏതൊക്കെയാണ് ACC പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. കാരണം അന്ന് ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് കോവിഡ് ടൈം ആയിരുന്നു. അന്ന് ഞാൻ നോക്കുമ്പോൾ ആ കൂടി 1-2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമേ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതിലുപരി ഞാൻ എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു ചിൽ ടൈപ്പ് ഗായാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെതായ എൻജോയ്മെൻറ്റ് വേണം. പഠിത്തം മാത്രം എന്ന് പറയുമ്പോൾ അറിയാലോ, അത്രയും നമ്മൾ പഠിക്കേണ്ട കോഴ്സാണ്. അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് എൻ്റെതായ എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ വേണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ നോക്കുമ്പോൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അങ്ങനെ നോക്കും, യൂട്യൂബിലും ക്രോമിലൊക്കെ നോക്കും. അങ്ങനെ ലക്ഷ്യയിൽ മാത്രമാണ് സ്റ്റഡീസും അതുപോലെ തന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എനിക്ക് ഫീൽ ചെയ്തത്. ലക്ഷ്യയിലുള്ള പ്രോഗ്രാംസ് കണ്ടു, അവരുടെ ഓരോരോ യൂട്യൂബിലുള്ള വീഡിയോസും കണ്ടിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ലക്ഷ്യ ചൂസ് ചെയ്തത്. ലക്ഷ്യയിൽ അറിയുന്ന ആൾക്കാരോ അല്ലെങ്കിൽ CAയിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരാളെ എനിക്ക് അറിയില്ല. അപ്പോൾ എൻ്റെ ഒരു മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ഗൂഗിളിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ ഞാൻ ലക്ഷ്യനെ കുറിച്ച് അന്വേഷിച്ചു, ACCA കോഴ്സിനെ കുറിച്ച് അന്വേഷിച്ചു. അപ്പോഴാണ് ഈ മനസ്സിലാവുന്നത് ഈ 180+ കൺട്രീസിൽ റെക്കഗ്നൈസ്ഡ് ആണ്, എക്സ്പെൻസീവ് കോഴ്സാണ്. ബട്ട് നമുക്ക് ഫ്യൂച്ചറിൽ അത്രയും ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ ACC ചൂസ് ചെയ്തു. ഇതൊരു നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പക്ഷേ വെൻ കമ്പയറിംഗ് വിത്ത് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലക്ഷ്യ ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്രൊവൈഡർ ഓഫ് ദീസ് ആക്ടിവിറ്റീസ്. നമുക്ക് ഇത്രയും ഒരു പരിപാടി നടത്തുന്ന കാര്യത്തിൽ ഞാൻ വേറെ കുറേ വീഡിയോസ് കാണാറുണ്ട്. നമ്മൾ നേരിട്ട് പോയിട്ടില്ലെങ്കിൽ കൂടി നമ്മൾ കാണുന്നതിൽ ലക്ഷ്യ ടോപ്പാണ്. കാരണം എനിക്കിവിടെ നിന്ന് ഇപ്പോൾ ലക്ഷ്യോത്സവം ആയിക്കോട്ടെ, ഞങ്ങൾ നടത്തിയ ഇപ്പോൾ ലക്ഷ്യോത്സവിലെ ഒരു കോർ കമ്മിറ്റി എന്ന് പറഞ്ഞ ടീമിൽ ഒരു വൺ ഓഫ് ദ മെമ്പറിനാണ്. അപ്പോൾ അന്നത്തെ ഇത്രയും പ്രോഗ്രാംസ് നടത്തി. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വളരെ അടിപൊളി തന്നെയായിരുന്നു. എനിക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തതിൻ്റെ താഴെ പോയി എന്ന് എനിക്കിതൊരു ഫീൽ ചെയ്തിട്ടില്ല.